നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരിൽ ഏറെ ആവേശം സൃഷ്ടിച്ച മത്സരം തന്നെയായിരുന്നു മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോരാട്ടം. റെക്കോർഡ് റെഡ് കാർഡുകൾ പിറന്ന മത്സരത്തിൽ 2-1 തോൽവി നേരിടേണ്ടി വന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സീസണിലെ തങ്ങളുടെ ആദ്യ തോൽവിയായിരുന്നു അന്ന് നേരിടേണ്ടി വന്നതും. നേരത്തെ പരിക്ക് മൂലം സഹൽ അബ്ദുൽ സമദ്, അൻവർ അലി തുടങ്ങിയ താരങ്ങളുടെ സേവനം നഷ്ടമായിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരായ FC ഗോവയെ നേരിടുമ്പോൾ കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി FCക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് വാങ്ങേണ്ടി വന്ന ആശിഷ് റായ്, ലിസ്റ്റൻ കുലാസോ, ഹെക്ടർ യൂസ്റ്റേ തുടങ്ങിയ താരങ്ങളുടെ സേവനവും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് നഷ്ടമാവും. മത്സരത്തിന് മുന്നേയുള്ള പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പരിശീലകൻ ഇവാൻ ഫെറാൻഡോ റഫറിങ്ങിനെതിരെ വിമർശനമുന്നയിച്ചത് ശ്രദ്ധേയമായിരുന്നു. ഈ സീസണിൽ തങ്ങളുടെ താരങ്ങൾക്കുണ്ടായ പരിക്കുകൾ ഡിഫിക്കൽട്ട് മൊമെൻറ്റിലെ റഫ് ടാക്കിളുകളിൽ നിന്നായിരുന്നുവെന്നും എൻ്റെ താരങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല റഫറിമാർക്കുണ്ടെന്നും അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ഒന്നും പറയാനില്ല എന്നും റഫറി ക്രിസ്റ്റൽ ജോണിന് മികച്ച ഇന്ത്യൻ താരങ്ങൾ ദേശീയ ടീമിൽ കളിക്കണമെന്നില്ല എന്നും റഫറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനമുന്നയിച്ചെങ്കിൽ ചർച്ചാ വിഷയം തന്നെയാവുന്നു ഈ വാക്കുകളോട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രതികരണവും ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് കീഴിൽ ചർച്ചയാവുകയാണ്. AFC ഏഷ്യ കപ്പിലേക്കുള്ള താരങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് കഴിഞ്ഞ ദിവസം റഫറി റെഡ് കാർഡുകൾ സമ്മാനിച്ചതെന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ താരങ്ങളുടെ സേഫ്റ്റിയിൽ അതീവ ശ്രദ്ധാലുക്കളാണെന്നും AFC ഏഷ്യൻ കപ്പിൽ അവർ നന്നായി തിളങ്ങുമെന്നും നർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചിരിയിലേക്കും ചിന്തയിലേക്കും ഒരുപോലെ നയിക്കുന്നു ഈ രണ്ടു പേരുടെയും വാക്കുകൾ എന്നേ പറയാനാവൂ.